ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ശരിക്കും 4 മാസം 5 മാസമായിട്ട് നമ്മൾ കൃത്യമായിട്ട് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നടത്തുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ CRT പാഠഭാഗങ്ങൾ, ശനി ഞായർ ദിവസങ്ങളിൽ മാതൃകാ പരീക്ഷ. ഇന്നിപ്പോൾ ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിലെ മാതൃകാ പരീക്ഷയാണ്. തൊഴിൽ വീതിയിലെ മാതൃകാ പരീക്ഷയിലെ ചോദ്യങ്ങൾ കുറച്ച് ടഫായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഇന്ന് ചെയ്യാഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, 10ാം തരം പ്രാഥമിക പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ 10ാം തരം പ്രാഥമിക പരീക്ഷയെ അറിഞ്ഞ് ആ ഒരു ചോദ്യങ്ങളുടെ നിലവാരം അനുസരിച്ച് പഠിച്ചാൽ മതി. ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമുക്കുള്ള കാര്യങ്ങൾ കൂടി മിസ്സാക്കണ്ട എന്ന് തോന്നി. എനിവേ, നമ്മുടെ ഇന്നത്തെ ചോദ്യപേപ്പർ ചർച്ച ചെയ്യാം. OMR ഷീറ്റുള്ളവർ അതിലെഴുതാൻ ശ്രമിക്കുക. അല്ലാത്തവര് വൈറ്റ് പേപ്പർ എടുക്കുക, 1 മുതൽ 80 വരെ നമ്പർ ചെയ്യുക. അതിനുശേഷം ഞാൻ ചോദ്യം വായിക്കും, നിങ്ങൾ ഉത്തരം എഴുതുക. കുറച്ച് ആലോചിക്കാൻ 1 സെക്കൻഡ് സമയം തന്ന ശേഷം ഞാൻ ഉത്തരം പറയും. ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്താൻ കിട്ടുന്ന അവസാന അവസരങ്ങളാണ്. കാരണം ജൂലൈ 18 ഇങ്ങടുത്തു. ഇനിയൊരു 25-26 ദിവസങ്ങൾ മാത്രം. ജൂലൈ 18 1ഉം 2ഉം ഘട്ടക്കാർ പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ചോദ്യപേപ്പറിലേക്ക് കിടക്കാം. പിന്നെ ഒരു സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ക്രേസും പാഷനുമാണ്, പ്രത്യേകിച്ച് LGS ലെവൽ വരെ പഠിപ്പിക്കാൻ. അത്രയും നമുക്ക് സമയമുള്ളൂ. സമയപരിമിതി വല്ലാതെ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം എൻ്റെ ഈ ശബ്ദത്തിൻ്റെ ഇടർച്ചയും എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് കണ്ടിന്യൂസ് ക്ലാസ്സുകൾ എടുത്താൽ കൊള്ളാമെന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഓരോ സിലബസ് അനുസരിച്ച് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ കണ്ടന്റുകളാക്കി നിങ്ങളിലേക്ക് എത്തിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നല്ല വിഷമമുണ്ട്. കാരണം എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്താലും വ്യൂസ് കുറവാണ്. അതിലെനിക്ക് പരാതിയില്ല, കാരണം എൻ്റെ പാഷന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ടെലഗ്രാം കൂടി ഇപ്പോൾ ബാനായപ്പോൾ കുറച്ചേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൽ PDF നോട്ടുകളായിട്ട് കുറേയേറെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ സംഘർഷങ്ങളിൽ നിന്നുകൊണ്ടൊരു 10th പ്രിലിംസ്. ചോദ്യം 1. ചുവടെ നൽകിയിരിക്കുന്ന കലാരൂപങ്ങളിൽ പോർച്ചുഗീസ് സ്വാധീന ഫലമായി വികസിച്ചു വന്നത് ഏത്? നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇതുപോലെ ചില ചോദ്യങ്ങളുടെ ഉത്തരം കാണാതെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സമയം കളയാതെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്തണം. എങ്കിലേ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കൂ. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ചവിട്ടുനാടകം. പോർച്ചുഗീസ് കൊണ്ടുവന്ന കലാരൂപമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക്. അത് അല്പം വ്യത്യസ്തതയുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് ഇന്ത്യയിലെയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഒറ്റപ്പാലം. ചോദ്യം 3. പോരുക നാട്ടുകാരെ, പൊർക്കളമെത്തുക നാട്ടുകാരെ, ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ CP നിരോധിച്ച ഈ ഗാനം രചിച്ചതാര്? അപ്പൊ ഈ ഗാനം നിരോധിച്ചു, സർ CP ആണ് നിരോധിച്ചത്. 1945 അപ്പോ രചയിതാവ് SK പൊറ്റേക്കാട്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ചോദ്യം. അടുത്തത് കാണാതെ ഉത്തരമറിയാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? സംശയമൊന്നുമില്ലല്ലോ. ഓപ്ഷൻ എ, ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടുന്നു. ചോദ്യം 5. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ.
ഹിന്ദി കഴിഞ്ഞാൽ? ഉത്തരം ഓപ്ഷൻ ബി ബംഗാളി. ചോദ്യം 6. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ കാൽസ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏത് ചരിത്ര സ്മാരകത്തിന്റെ ഭിത്തികളിലാണ് നിറവ്യത്യാസം സംഭവിക്കുന്നത്? നമ്മൾ ഒരുപാട് പത്രങ്ങളിലുമൊക്കെ കേട്ട് പരിചിതമായ ഒരു ചോദ്യം. ഓപ്ഷൻ എ താജ് മഹൽ. തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി? അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകുക. ഓപ്ഷൻ സി നർമ്മദ. ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്ന ലോഹം? ഓപ്ഷൻ ബി സ്വർണം. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കൊറിഡോർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡോർ. ഓപ്ഷൻ ഡി ഹൈവേ പ്രൊജക്ട്. ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക തലസ്ഥാന നഗരി? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി. റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം ജാക്കോബിൻ ട്രീ നടുകയും ജാക്കോബിൻ ക്ലബ്ബ് രൂപവൽക്കരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി? ടിപ്പു സുൽത്താൻ. തീൻ ബീഘ ഇടനാഴി ഏത് രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ്? ഇപ്പോ നമ്മളോട് ഹോർമൂസ് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് തീൻ ബീഘ ഇടനാഴി. ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങൾക്കിടയിലെ ചർച്ച വിഷയമാണ് തീൻ ബീഘ ഇടനാഴി. ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി PC മഹലനോബിസ്. മുദ്രാ ബാങ്ക് സഹായം ചെയ്യുന്ന മേഖല? ചെറുകിട വ്യവസായം. സൂരജ് കുണ്ട് ഇന്റർനാഷണൽ ക്രാഫ്റ്റ് മേള നടക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ഹരിയാന. ഭാരതത്തിന്റെ പൈതൃക മൃഗം? യാതൊരു സംശയവുമില്ല, ആന. ദേശീയ മൃഗം കടുവ. ഒരു പാർലമെന്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? നല്ല ചോദ്യമാണ്. ഉത്തരം ലോകസഭാ സ്പീക്കറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കമ്മിറ്റിയുണ്ട്. അതിൽ അംഗമല്ലാത്തതാര്? ഓപ്ഷൻ ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. വിവരാവകാശ പ്രകാരം നേരിട്ട് ലഭിക്കുന്ന അപേക്ഷകളിൽ വിവരാവകാശ ഓഫീസർമാർ മറുപടി നൽകാനുള്ള പരമാവധി സമയം, അതായത് ആ ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം, അല്ലാത്ത പക്ഷം പിഴയൊടുക്കണം. ഉത്തരം ഓപ്ഷൻ സി 30 ദിവസം. നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയും വെക്കണം. രാജ്കുമാർ ഗോയൽ. വന്ദേ മാതരത്തിന് എത്ര ഖണ്ഡികകളുണ്ട്? വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവൽ. ഇനി 6 ഖണ്ഡികകൾ.
നിക്കോളാസ് മഡ്രോയെ പിടികൂടുന്നതിനായി US നടത്തിയ ദൗത്യം. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിവോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ആരുടെ ജന്മദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് വിവേകാനന്ദന്റെ ബർത്ത്ഡേ. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഏത് സംഘടനയുടേതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്? ബ്രിക്സ്. ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനികൻ? ലയൺ ഓഫ് ലഡാക്ക് സോനം വാങ്ചുക്. ആർ രാജശ്രീ എഴുതിയ ആത്രേയകം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം? നിരമിത്രൻ. കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. ഞാൻ കുറച്ച് പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. 2025 സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയ വ്യക്തി? കട്ടിപ്പേരാണ്. ലാസ്ലോ ക്രാസ്ന ഹോർക്കായി. ആനുകാലികം വരാം, ശ്രദ്ധിച്ച് എഴുതി വയ്ക്കുക. രാജ്യത്തെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽരത്ന, അതിനെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് പുനർനാമകരണം ചെയ്ത വർഷം? 2021. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായത്? മിലാൻ കോർട്ടിന ഡി ആംബെസോ. ചുവടെ നൽകിയിരിക്കുന്നവരിൽ ഏതിന്റെ ചെയർമാനാണ് ശശി ശേഖർ വെമ്പാത്തി? സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനാണ് ശശി ശേഖർ വെമ്പാത്തി. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിച്ചതിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം? വന്ദേ ഭാരതിന്റെ വർണ്ണചിത്രം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ 2025 വാർഷിക കണക്കുകൾ പ്രകാരം കയറ്റുമതിയിൽ ഒന്നാമതുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി ഗുജറാത്ത്. നിലവിലെ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി സണ്ണി ജോസഫ്. കേരള നവോത്ഥാന രംഗത്ത് നിർണായ ചുവടുവയ്പായ ഒരു സമരത്തിന്റെ 100ാം വാർഷികം 2024 ആഘോഷിച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കണം, സമരം 1924. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടും വൈക്കം സത്യാഗ്രഹം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം? അത് നമ്മൾ ഒരുപാട് തവണ കേട്ടതാ, അത് മറക്കത്തുമില്ല. കൊച്ചി. കേരളത്തിലെ നീളം കൂടിയ 3ാമത്തെ നദി? പമ്പ. ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ. എന്തായിരുന്നു ഡാറാസ് മിൽ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേരായിരുന്നു ഡാറാസ് മിൽ. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത്? ഓപ്ഷൻ ഡി ISRO. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ്? ആസ്ട്രോസ്റ്റാറ്റ്.
1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഗ്വാളിയാറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. ഓരോ സ്ഥലവും നേതൃത്വം കൊടുത്ത വ്യക്തിയും പഠിക്കണം. റാണി ലക്ഷ്മിബായി. 1940 ഓഗസ്റ്റ് 8 രണ്ടാം ലോക യുദ്ധകാലത്ത് ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തുന്നതിന് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെട്ട പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഓഗസ്റ്റ് ഓഫർ ലിങ്ലിങ്ടോ. ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് സന്യാസിയെ അവതരിപ്പിച്ച രാജ്യം. ദക്ഷിണ കൊറിയ. അടുത്തിടെ ഏതു കൂട്ടായ്മയിൽ നിന്നാണ് UAE പിന്മാറിയത്? ഒപെക്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ ചില രേഖകൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം? ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖ മാത്രമാണ്. ഇന്ത്യയുടെ ഏതാനും അയൽ രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള അതിർത്തി ദൈർഘ്യം കൂടിയവയിൽ നിന്ന് കുറഞ്ഞവയിലേക്ക് ക്രമപ്പെടുത്തുക. ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശ്, പിന്നെ ചൈന, പിന്നെ പാകിസ്ഥാൻ, പിന്നെ നേപ്പാൾ. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ. BCPN. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെല്ലാം? ഗാരോ ഖാസി കുന്നുകൾ മേഘാലയയിലാണ് എന്നതാണ് ശരിയായ പ്രസ്താവന. മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാ നദീവ്യൂഹത്തിന്റെ ഭാഗമായി മാറുന്ന നദി. ഓപ്ഷൻ എ ചമ്പൽ. ഏത് വിഭാഗത്തിലുള്ള പർവ്വതനിരയാണ് ഹിമാലയം? ഓപ്ഷൻ ബി മടക്ക് പർവ്വതം. അടുത്തിടെ ഏത് വൈറസ് രോഗത്തെയാണ് ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആശങ്കയുള്ള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത്? എബോള. കർണാടക സംഗീതം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കീർത്തി സമ്പ്രദായം. 1935 KPCC സെക്രട്ടറി ആയിരുന്ന വ്യക്തി. EMS. ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിഷ്കർത്താവ് ബാലഭട്ടാരകൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഉത്തരം ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. ഓപ്ഷൻ എ 941. ഭീകരതയെ ചെറുക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ രൂപം കൊടുത്ത സേനയാണ് ഇസ്ലാമിക് മിലിറ്ററി. ഈ അലയൻസിന്റെ ആസ്ഥാനം റിയാദ്. ചോദ്യം 56. 2026 ONV സാഹിത്യ പുരസ്കാരം. ഇതൊക്കെ സാധ്യതാ ചോദ്യമാണ്, എഴുതി വെക്കണം. M. മുകുന്ദൻ. 2026 ONV. അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ ആരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ വാക്കുകളാണ്? കേൾക്കുമ്പോഴേ അറിയാം, ചിക്കാഗോയില് സ്വാമി വിവേകാനന്ദൻ അഭിസംബോധന ചെയ്തതാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം. 2025 നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം? സുവർണ ചകോരം. 2 Seasons, 2 Strangers.
ഇനി നമ്മൾ നമ്മുടെ സയൻസിലേക്ക് കടക്കുകയാണ്. വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചതാര്? മൈക്കൽ ഫാരഡെ. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു മൈക്കൽ ഫാരഡെ. ഏതാണ് വൈറ്റമിൻ ഡിയുടെ സമ്പന്നമായ ഉറവിടം അല്ലാത്തത്? ഫിംഗർ മില്ലറ്റ്. വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കര. സ്ക്ലീറൻ കൈമ. ഫംഗസ് മുഖേന മനുഷ്യരിലുണ്ടാകുന്ന രോഗം? റിംഗ് വർം. ലിൻറ്റെയ്ൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ബൻസീൻ ഹെക്സാക്ലോറൈഡ്. താപനില വർദ്ധിക്കുമ്പോൾ ആ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയുന്നു, അതായത് ചൂടാക്കുമ്പോൾ ഇച്ചിരി കൂടെ വേഗത്തിൽ ഒഴുകുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. നമ്മുടെ ദൃഷ്ടിപടലത്തിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത്. വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. വർണ്ണങ്ങൾ തിരിച്ചറിയാൻ കോൺ കോശങ്ങൾ സഹായിക്കുന്നു. ജസ്റ്റ് ഓർത്തു വയ്ക്കുക, സി കോൺ കോശങ്ങളാണ് കളർ കണ്ടെത്താൻ സഹായിക്കുന്നത്. ആറ്റത്തിന്റെ ബില്യാർഡ് ബോർഡ് മോഡൽ അവതരിപ്പിച്ച വ്യക്തി? ബില്യാർഡ് ബോൾ. ജോൺ ഡാൾട്ടൺ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ? ഊർധ്വമഹാസിര. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിന്റെ ഭാഗം? കോക്ലിയ. ബധിരരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതി? ശ്രുതി തരംഗം. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കാൻ ചേർക്കുന്ന ആസിഡ്? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മഗ്നീഷ്യം. സിങ്കിന്റെ കലാമിൻ, അലുമിനിയത്തിന്റെ ബോക്സൈറ്റ്. ഖര അവസ്ഥയിലുള്ള ലായനി, അതായത് ഖരവും ചേർന്നത്? പിച്ചള. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത്? സ്റ്റീഫൻ ഹോക്കിംഗ്. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? കാൽസിട്ടോണിൻ. ചാന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ്? LVM-3M4. പോൺസി 4R എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് ഏത് നിറം നൽകാനാണ്? ചുവപ്പ്. എരിത്രോസിനും ചുവപ്പ് നിറമാണ്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികളാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ, IG. ഇവയുടെ ആകൃതി? Y ആകൃതി. ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രശാഖ? ക്ലിക്ക് രസതന്ത്രത്തെയാണ് ലിഗോ രസതന്ത്രം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ 80 ചോദ്യങ്ങൾ. GK അപേക്ഷിച്ച് അത്ര പ്രയാസമുള്ള ചോദ്യങ്ങളില്ല. ചില വ്യത്യസ്ത ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടു.
സയൻസ് കുറച്ചുകൂടി ടഫായിരുന്നു. എനിവേ ഇന്ന് നമ്മുടെ 55ാമത്തെ പരീക്ഷയാണ്. സമയം കിട്ടുന്നവര് ഓരോ പരീക്ഷയായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമം നടത്തുക. ഇന്നത്തെ പരീക്ഷയിൽ 80-ൽ ഒരു 62 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ 10th പ്രിലിംസ് നിങ്ങൾക്ക് ഉറപ്പായും ക്രാക്ക് ചെയ്യാനൊക്കും. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.